പിതാവേ. അപ്പച്ചാടകാരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവെ, ഹാലേലൂയ അപ്പ. നന്ദി പിതാവേ, സ്തോത്രം സ്തോത്രം അപ്പച്ച. കർത്താവെ, ഹാലേലൂയ അപ്പച്ച. ദൈവത്തിന്റെ വചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെടണമേ. പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളോട് ഏവരോട് സംസാരിക്കാൻ ഞങ്ങളുടെ ദൈവത്തന്നെ ഞങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം അപ്പൊ. കേൾക്കുന്ന ഏവർക്കും അനുഗ്രഹമായി തീരുവാൻ അപ്പൊ ഇടയാക്കുന്നതേക്കായി നന്ദി. ഇടയെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവെ അപ്പച്ച. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് തന്നെ അതിലൂടെ സംസാരിക്കാൻ ദൈവഹിതമല്ലാത്തതൊന്നും എന്റെ അധരങ്ങളിൽ കൂടി വരുവാൻ സമ്മതിക്കരുത് കർത്താവെ. ദൈവാത്മാവ് തന്നെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കാൻ നന്ദി. യേശുവിന്റെ രക്തം ഞങ്ങളുടെ മേൽ തളിക്കപ്പെട്ടിരിക്കുന്നതിനായി സ്തോത്രം. സകല മഹത്വം കർത്താവിന് നന്ദി പിതാവേ, സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്വർഗ്ഗ പിതാവേ. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് നമ്മള് ധ്യാനിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 24, 25, 26, 27, 28. നമ്മൾ വൈസ് ബിൽഡേഴ്സ്, അത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വൈസ് ബിൽഡേഴ്സ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ വായിക്കാം. ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാണ്. വൻമഴ ചൊരിഞ്ഞ് നദികൾ പൊങ്ങി കാറ്റടിച്ച് ആ വീടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവൻ ഒക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞ് നദികൾ പൊങ്ങി കാറ്റടിച്ച് ആ വീടിന്മേൽ അലച്ചു. അത് വീണു. അതിന്റെ വീഴ്ച വലിയതായിരുന്നു. ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. ആമേൻ. നമ്മൾ പല പ്രാവശ്യം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള വചനഭാഗമാണിത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വചനോടിയൊക്കെയാണ്. എന്നാലും നമ്മൾ ഒന്നുകൂടി നമ്മുടെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യുന്നത് നല്ലതായിരിക്കും. ഹാലേലൂയ ഹാലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്നത് നല്ലൊരു അടിസ്ഥാനത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ അത് വീണില്ല. അപ്പൊ ഇതൊരു വീട് പണിയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അപ്പൊ പാറമേൽ വീട് പണിത, പാറമേൽ അടിസ്ഥാനമുള്ളൊരു വീടുണ്ട്, മണ്ണിൽ അടിസ്ഥാനമുള്ളൊരു വീടുണ്ട്. അങ്ങനെ 2 വീടുണ്ട്. ആമേൻ. അപ്പം ബുദ്ധിയുള്ള ആള് പണിതിരിക്കുന്നത് പാറയുടെ പുറത്താണ്, ബുദ്ധി ഇല്ലാത്ത ആള് പണിതിരിക്കുന്നത് മണ്ണിന്റെ പുറത്താണ്. അപ്പൊ നമുക്കിതെല്ലാം അറിയാവുന്നതാണെങ്കിൽ തന്നെയും ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് നമ്മള് ഒന്ന് നമ്മുടെ ഹൃദയത്തെ ഒന്നുകൂടി ശോധന ചെയ്ത് നമ്മുടെ അടിസ്ഥാനം ഉറപ്പാണോ, നമ്മുടെ അടിസ്ഥാനം സ്ട്രോങ് ആണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഒന്നുകൂടി നമ്മളെ തന്നെ ഒന്നൊന്ന് വിചിന്തനം ചെയ്യുവാൻ ഹല്ലേലൂയ നമുക്കൊരല്പസമയം വേർതിരിക്കാം. ആമേൻ സ്തോത്രം. അപ്പൊ നമ്മൾ അതിന്റെ മേളിലത്തെ ഭാഗത്ത് കാണുന്നുണ്ട്. 21, 22 വായിക്കുമ്പോൾ നമുക്ക് കാണാം, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്നായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുമെന്ന് തീർത്തു പറയാം. അപ്പൊ നമുക്കറിയാം, ഇവിടെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല. അപ്പൊ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പിന്നെ അവിടെ നമ്മൾ കാണുന്ന അവിടെ പല രീതിയിൽ അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മിനിസ്ട്രി ചെയ്യുന്ന രീതിയിലുള്ള നമുക്ക് അവിടെ വായിക്കുമ്പോൾ കാണാം എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചെയ്യുന്നെന്നുള്ള. പ്രവചിക്കുന്നുണ്ട്, ഭൂതങ്ങളെ പുറത്താക്കുന്നു, വീര്യപ്രവർത്തികൾ ചെയ്യുന്നു. അപ്പം ഇതെല്ലാം ചെയ്യുന്നു എങ്കിൽ തന്നെയും, കർത്താവെ എന്ന് വിളിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും സ്തോത്രം, കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്ന ഈ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമേ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രോബ്ലം അവിടെ എഴുതിയിരിക്കുന്നത്, ഈ വചനങ്ങളെ കേട്ട്, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെ പാറമേൽ വീട് പണിത് ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ പറയുന്നുണ്ട്, അവിടെ വീടിന്റെ വീഴ്ചയെക്കുറിച്ചും അവിടെ പറയുന്നുണ്ട്. അപ്പം കർത്താവിന്റെ നാമത്തിൽ നമുക്ക് പലതും, കർത്താവിന്റെ നാമത്തെ വിളിക്കാം, കർത്താവിന്റെ നാമത്തിൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ഹല്ലേലൂയ സ്തോത്രം. പക്ഷെ അവിടെ 23-ാമത്തെ വാക്യം പറയുന്നുണ്ട്, അധർമ്മവും കൂടി കൂട്ടത്തിൽ കൊണ്ടുപോകുന്ന ഒരു പരിപാടി. ആമേൻ. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ സ്തോത്രം, ആ അടിസ്ഥാനത്തിനകത്ത് പെശകുണ്ട്. ഹല്ലേലൂയ. കാരണം ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മളെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ അടിസ്ഥാനം സ്ട്രോങ് ആണോ. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ കർത്താവേ എന്ന് വിളിക്കുന്നുണ്ട്, നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഹൃദയത്തെ നമ്മളൊന്നും ശോധന ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് ഈ മത്തായി 5, 6, 7 ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് മലയിലെ പ്രസംഗം
നമ്മുടെ പ്രാർത്ഥന, ഉപവാസം, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ദൈവത്തിന്റെ വചനത്തെ മറ്റുള്ളവരെ വിധിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ട്രഷറിനെ കുറിച്ച് വിചാരപ്പെടുന്ന വിഷയങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും നമുക്കിനി അത് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആ വചനഭാഗങ്ങളെല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വായിക്കുമ്പോൾ നമുക്കറിയാം, കർത്താവെ ഞാൻ എങ്ങനെയാ പെരുമാറുന്നത്, ശത്രുക്കളെ സ്നേഹിക്കുന്നുണ്ടോ, അതോ എന്നെ സ്നേഹിക്കുന്നവരെ മാത്രമാണോ ഞാൻ സ്നേഹിക്കുന്നത്? ഹല്ലേലൂയ. ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിനകത്തുള്ള മോട്ടീവ്സ് എന്തുവാ, അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനയുടെ പിന്നിലുള്ള മോട്ടീവ് എന്തുവാ, അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുക. നമ്മളിലൂടെ ഒരു ശുശ്രൂഷ നടക്കുമ്പോൾ കർത്താവെ നമ്മുടെ ഉള്ളിനകത്തെ ആറ്റിറ്റ്യൂഡ് എന്തുവാ, എന്നോട് അവർ അങ്ങനെ പറയുവോ, ഇങ്ങനെ പറയുവോ, നമ്മുടെ ചിന്തകള് എങ്ങനെയാന്നുള്ളത് നമ്മളൊന്ന് ശോധന ചെയ്യുക. നമ്മൾ എങ്ങനെയാണ് കർത്താവിന്റെ നാമത്തെ വിളിക്കുകയും ഈ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്ത് നമ്മൾ പോകുന്നത്, ഹല്ലേലൂയ, ആത്മാവിൽ തുടങ്ങി അത് പിന്നീട് ജഡത്തിൽ അവസാനിപ്പിക്കുന്ന ഒരു രീതിയിലേക്കാണോ നമ്മൾ കൊണ്ടുപോകുന്നത്, ദൈവം ആഗ്രഹിക്കാത്ത രീതിയിലാണോ കാര്യങ്ങൾ പോകുന്നതെന്ന് നമ്മളൊന്ന് ശോധന ചെയ്ത് നമ്മുടെ സ്വയം, നമ്മുടെ അടിസ്ഥാനം, നമ്മുടെ നിലനിൽപ്പ് എങ്ങനെയാ, പാറയുടെ മേലാണോ നമ്മൾ പണിതുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ അടിസ്ഥാനം സ്ട്രോങ് ആണോ നമ്മൾ ചിന്തിക്കുക. അടിസ്ഥാനം സ്ട്രോങ് അല്ലെങ്കിലത്തെ കുഴപ്പം, ഹല്ലേലൂയ, കാറ്റ് വരും, മഴ വരും, നദിയിലെ വെള്ളം പൊങ്ങും, അത് വന്ന് അടിക്കുമ്പോഴാണ് അടിസ്ഥാനം സ്ട്രോങ് ആണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത്. സ്തോത്രം. പാറമേൽ വീട് പണിത് ആണെങ്കിൽ നമുക്കറിയാം, വളരെ വെള്ളം വന്നാലും ആ പാറപ്പുറത്ത്, ആ പാറയിൽ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത് കൊണ്ട് ഒരു കാരണവശാലും ആ വീട് വീഴത്തില്ല. പക്ഷെ മണ്ണിന്റെ പുറത്താണെങ്കിൽ ഉറപ്പായിട്ടും വെള്ളം പൊങ്ങുമ്പോൾ അതുപോലെ അത് പോകുന്ന കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അടിസ്ഥാനം സ്ട്രോങ് ആണോ ഇല്ലയോ എന്ന് ശരിക്കും മനസ്സിലാകുന്നത് ഈ പറയപ്പെട്ട സംഭവങ്ങളൊക്കെ അടിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ആമേൻ. 2 വീടിനിട്ടും ഇത് അടിക്കും, 2നിട്ടും ഇത് അടിക്കും. ഹല്ലേലൂയ. പക്ഷെ അടിസ്ഥാനം സ്ട്രോങ് ആയിരിക്കുന്നവന്റെ വീട് നിൽക്കും. ഹല്ലേലൂയ. അതിനൊരു ക്ലാസിക്കൽ എക്സാമ്പിൾ നമുക്കറിയാം. 1 തെസ്സലോനിയർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് നമുക്ക് കാണാം. അതിന്റെ 1-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തില് നമുക്ക് കാണുന്ന ഒരു കാര്യമുണ്ട്. 1-6 അവിടെ പറഞ്ഞിരിക്കുന്നത്, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. ഇപ്പൊ തെസലോനിക്ക സഭയില് അവർക്ക് ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നു. അവർക്ക് പലവിധമായ പ്രശ്നങ്ങൾ കൂടി അവർ കടന്നുപോയി. പക്ഷെ അവർ വചനം കൈക്കൊണ്ടത് എങ്ങനെയാ? പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. അപ്പം പല ഭയങ്കരമായ കഷ്ടങ്ങൾ കൂടി അവർ കടന്നുപോയി. പക്ഷെ എന്നാലും അവർ വചനം കൈക്കൊണ്ടത് മുഴുവനും സന്തോഷത്തോടെയായിരുന്നു. ആമേൻ. അവർക്ക് വചനം കൈക്കൊള്ളുവാൻ ഉള്ളൊരു മനസ്സുണ്ടായിരുന്നു. അവരുടെ കഷ്ടങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിനകത്ത് അവർക്കൊരു വിഷയമല്ല. ദൈവത്തിന്റെ വചനം അതുപോലെ ഏറ്റെടുത്ത് ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും ഈ വചനം കൈക്കൊണ്ടു, അതും സന്തോഷത്തോടെ കൈക്കൊണ്ട് ശക്തമായിട്ട് നിൽക്കുന്ന തെസലോനിക്ക സഭയെ നമ്മൾ കാണുമ്പോൾ, നമ്മൾ എക്സോഡസിനകത്ത് നമ്മൾ വായിക്കുമ്പം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. 6-9 ഞാൻ വായിക്കാം. ഞാൻ യഹോവയാകുന്നു. മോശ ഇങ്ങനെ തന്നെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. എന്നാൽ അവർ മനോവ്യസനം കൊണ്ടും കഠിനമായ അടിമവേല കൊണ്ടും മോശയുടെ വാക്ക് കേട്ടില്ല. നമുക്കറിയാം, നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ് ഈ ഭാഗം. ഇസ്രായേൽ മക്കളുടെ വിടുതലിന് വേണ്ടി കർത്താവ് മോശയെ അയച്ച ശേഷം ഫറവോന്റെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം എന്നാ സംഭവിച്ചു? അവരുടെ പ്രശ്നങ്ങൾ കൂടി, ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ കൂടി കഴിഞ്ഞപ്പം പിന്നീട് എന്താ സംഭവിച്ചേ? മോശ അവരോട് ചെന്ന് പറഞ്ഞപ്പം ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നും കേൾക്കാൻ അവർക്കൊരു മനസ്സില്ല. കാരണം അവിടെ പറഞ്ഞിരിക്കുന്ന കഠിനമായ അടിമവേല കൊണ്ടും മനോവ്യസനം കൊണ്ടും മോശയുടെ വാക്ക് കേട്ടില്ല. പക്ഷെ ഇവിടെ തെസലോനിക്കക്കാര് ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും ഈ അപ്പസ്തലനായ പൗലോസ് അവരോട് പറയുന്ന വചനം അവര് സന്തോഷത്തോടെ കൈക്കൊണ്ട് അവര് മാറിപ്പോകാതെ അവർ ഉറച്ചു തന്നെ നിൽക്കുക. ഇവിടത്തെ നോക്കിക്കേ, ഇവിടെ കഠിനമായ അടിമവേല കൊണ്ടും മനോവ്യസന ഹേതുവായിട്ടും പിന്നീട് അവർക്ക് വചനം കേൾക്കണ്ട, മോശ ഇനി കൂടുതലൊന്നും പറയണ്ട, ഇത്രയെല്ലാം ഞങ്ങൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന ദൈവം അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു, പക്ഷെ എന്താണ് ഞങ്ങളുടെ പ്രശ്നം കൂടിയതല്ലാതെ നടക്കുന്നില്ല ഈ പരിപാടി, അതുകൊണ്ട് ഇനി പറയണ്ട, ഇനി ബാക്കി പറയാൻ അവർക്ക് കേൾക്കാനുള്ളൊരു മനസ്ഥിതി അവരുടെ ഉള്ളത്തിൽ ഇല്ലാതെ പോയി. കാരണം അത്രയ്ക്കും പ്രശ്നത്തിലൂടെ കൂടി അവർ കടന്നു പോയപ്പോൾ അങ്ങനെ വന്ന കാരണം എന്താണെന്നറിയുമോ? അവരുടെ ആശ്വാസവും അവരുടെ ആശ്രയവും അവരുടെ അടിസ്ഥാനം മുഴുവനും മോശയിലായി. ആമേൻ. അതാ പറ്റിപ്പോയത്. ഹല്ലേലൂയ. അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്ത ദൈവം ഞങ്ങളെ വിടുവിക്കും, ആ ഒരു ഉറപ്പ് അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ, ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാ, ദൈവം ഞങ്ങളെ വിടുവിക്കും എന്നുള്ളൊരു പൂർണ്ണ ഉറപ്പ് ഉണ്ടായിരുന്നെങ്കിൽ, യഹോവയായ ദൈവത്തിലായിരുന്നു അവരുടെ ആ ഒരു
അല്ലെങ്കിൽ അടിസ്ഥാനപ്പെട്ട് നിന്നിരുന്നെങ്കിൽ അവർക്ക് അന്നേരം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകേണ്ടി വരത്തില്ലായിരുന്നു. കാരണം അവരുടെ ഉറപ്പും അവരുടെ ആശ്വാസകനുമായി അവരുടെ വീണ്ടെടുപ്പുകാരനായി എല്ലാം അവരുടെ ഫോക്കസ് മുഴുവൻ ഇരുന്ന ആരില്ലായിരുന്നു? മോശയില്ല. അതുകൊണ്ടാണ് അവരുടെ മരുഭൂമി യാത്രയിൽ നമുക്കറിയാൻ പറ്റും, മോശയെ കണ്ടില്ലെങ്കിൽ അവർക്ക് വേറെ മതി, കാളയെ മതി. ആമേൻ. കാരണം മോശയില്ലെങ്കിൽ പിന്നെ ഇല്ല, പിന്നെ മോശയില്ലെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ മോശയില്ലെങ്കിൽ ഞങ്ങൾക്ക് കാളക്കുട്ടിയെ ഉണ്ടാക്കി തരണം. ആമേൻ. കാരണം എന്നാ? അവരുടെ അടിസ്ഥാനം ആരിലല്ലായിരുന്നു? ദൈവത്തിലല്ലായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. കാരണം ചുറ്റുപാടുകളെ നോക്കി അല്ലെങ്കിൽ മോശയെ നോക്കി ഉള്ള പോക്ക് പോയാൽ ഇങ്ങനെയാണ് സംഭവങ്ങൾ ഇരിക്കുക. പക്ഷേ സ്തോത്രം, തെസ്സലോനിക്കര് അത്രയ്ക്കും പ്രശ്നങ്ങൾ കൂടി പോയപ്പോഴും അവർക്കും കാറ്റടിച്ചു, വെള്ളം പൊങ്ങി, ഇത്രയെല്ലാം പ്രശ്നങ്ങൾ വന്നിട്ടും അവരുടെ അടിസ്ഥാനം ഹല്ലേലൂയ ക്രിസ്തുവിൽ തന്നെ ആയിരുന്നത് കാരണം വീണ്ടും അവരോട് പറഞ്ഞ വചനങ്ങൾ മുഴുവനും അവർ കേട്ട് സന്തോഷത്തോടെ, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും സന്തോഷത്തോടെ ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ ഏറ്റെടുത്തുകൊണ്ട് നിന്നതുപോലെ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മൾ കർത്താവിനെ വിളിക്കുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ അടിസ്ഥാനം സ്ട്രോങ് ആണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കുക. അടിസ്ഥാനം സ്ട്രോങ് അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, അവിടെയാണ് നമുക്ക് ഇടർച്ച വരാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ അടിസ്ഥാനം, സ്വയം നമ്മുടെ അടിസ്ഥാനം എങ്ങനെയാണെന്ന് നമ്മളൊന്ന് നോക്കുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. അപ്പാ, എന്റെ അടിസ്ഥാനം ഉറപ്പുള്ളതാണോ? ഹല്ലേലൂയ. നമ്മൾ അവിടെ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും, അവിടെ നിന്റെ നാമത്തിൽ പ്രവചിച്ചു ഭൂതങ്ങളെ പുറത്താക്കി രോഗങ്ങളെ സൗഖ്യമാക്കി കർത്താവിനെ വിളിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീർന്നാണ്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇങ്ങനെയല്ല. പക്ഷെ സ്വയം അടിസ്ഥാനം എങ്ങനെ? സ്തോത്രം. നമ്മൾ മറ്റുള്ളവരുടെ വീട് ശരിയാക്കാൻ, മെയിൻ്റനൻസ് ചെയ്യാൻ നമ്മൾ പോകുമ്പം നമ്മുടെ അടിസ്ഥാനം എങ്ങനെയായിരിക്കും? ആമേൻ. ഹല്ലേലൂയ. അധർമ്മം പ്രവർത്തിച്ചുകൊണ്ടുള്ള ഒരു പണിയും ദൈവം ആഗ്രഹിക്കുന്നേയില്ല. സ്തോത്രം. നമ്മൾ അതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് നമ്മുടെ അടിസ്ഥാനം ഈ സ്ട്രോങ് ആയിരിക്കണം എന്നുള്ള ഒരു ഉറപ്പ് മറ്റുള്ളവരോട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പല പല കാര്യങ്ങൾ ചെയ്ത് നമ്മൾ കർത്താവെ നല്ല വിളിച്ച് ഇങ്ങനെ എല്ലാം നടന്ന ശേഷം നമ്മുടെ അടിസ്ഥാനം സ്ട്രോങ് അല്ലെങ്കിൽ വലിയൊരു അപകടം അവിടെ കിടക്കുന്ന, അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 9:27 നമ്മൾ വായിക്കും. 1 കൊരിന്ത്യർ 9:27 ഞാൻ വായിക്കാം. 1 കൊരിന്ത്യർ 9:27 മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനെ പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി അത്ര ചെയ്യുന്നത്. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനെ പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി അത്രേ ചെയ്യുന്നത്. നമ്മൾ ഈ വചനഭാഗങ്ങൾ ഈ 9-ാം അധ്യായം വായിക്കുമ്പോൾ അറിയാം, പൗലോസിന് പല റൈറ്റ്സും ഉണ്ടായിരുന്നു. പക്ഷെ ആ റൈറ്റ് ഒന്നും വേണ്ട, സുവിശേഷത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് പൗലോസ് പോകാനുള്ള കാരണം പൗലോസിന്റെ ആറ്റിറ്റ്യൂഡാണ്. ആമേൻ. ഒരു കാരണവശാലും കർത്താവിന്റെ വേലയ്ക്ക് ഒരു വിഘ്നം വരരുത്, മറ്റാർക്കും ഒരു ഭാരമായി തീരരുത്. നിങ്ങൾ എന്നെ സഹായിച്ചാലും സഹായിച്ചില്ലെങ്കിലും ഹല്ലേലൂയ എനിക്കതൊരു വിഷയമല്ല. ഈ വേല ഞാൻ തുടർന്നുകൊണ്ട് പോയിരിക്കും. ആമേൻ. സുവിശേഷം പറയുക എന്നുള്ള നിർബന്ധം എന്റെ മേൽ കിടക്കുകയാണ്, ഞാനത് ചെയ്തിരിക്കും. അതുകൊണ്ട് ഹല്ലേലൂയ എന്റെ റൈറ്റ്സ് മീറ്റ് ചെയ്യപ്പെടുന്നോ ഇല്ലയോ എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. ഹല്ലേലൂയ. സുവിശേഷം എങ്ങനെയും അറിയിക്കുക എന്നുള്ള ആ ഒരു ശക്തമായ മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോകണം. വഴക്കുണ്ടാക്കാം, തമ്മി പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, ഈ അവിടുത്തെ കുറ്റം ഇപ്പുറത്ത് പറയാം, ഇപ്പുറത്തെ കുറ്റം അവിടെ പറയാം. ഇതൊന്നുമില്ല. ഹല്ലേലൂയ. താഴ്മയോടെ നമ്മളിപ്പോ ആ ബിയാറ്റിറ്റ്യൂഡ്സ് നോക്കുമ്പോൾ നമുക്കറിയാം, ആ ആറ്റിറ്റ്യൂഡ്സുകൾ വെച്ചുകൊണ്ട് ഹല്ലേലൂയ മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം താൻ കൊള്ളരുതാത്തവനെ പോകാതിരിക്കാൻ എക്സസൈസ് ചെയ്യുവാണ് സെൽഫ് ഡിസിപ്ലിൻ. ആമേൻ. അവിടെയാണ് വഴക്കിന് പോകാതെയും പ്രശ്നം ഉണ്ടാക്കാതെയും ഹല്ലേലൂയ തന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കിയാന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ കർത്താവിൽ ഉറച്ചു തന്നെ നിൽക്കില്ല. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാൻ പാടില്ല. സ്തോത്രം. ഈ വേല മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ശക്തമായിട്ട് തന്നെ ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസിന് ഒരു കാര്യം മനസ്സിലായി, എനിക്ക് ഡിസ്ക്വാളിഫൈ ആകണ്ട, എനിക്ക് ഓടുന്നെങ്കിൽ ഈ ഓട്ടത്തിൽ എനിക്ക് പ്രൈസ് വേണം. ആമേൻ. ഇത് കളഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഒരു പരിപാടിയും എനിക്ക് വേണ്ട. അങ്ങനെ ഒരു ഉറപ്പുണ്ടായിരുന്നവരാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ തീരുമാനം എടുക്കുന്നത്. ഇല്ല, ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ച് പലരെയും ബലപ്പെടുത്തി പലരെയും ശക്തമായിട്ട് പ്രബോധിപ്പിച്ചെല്ലാം പോവുക. പക്ഷേ സ്തോത്രം, ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആയി പോകാൻ അനുവദിക്കത്തില്ല. ആമേൻ. അതുകൊണ്ടാണ് പൗലോസ് അവിടെ എക്സസൈസ് ചെയ്യുന്നത്. എന്തുവാ? സെൽഫ് ഡിസിപ്ലിൻ. ആമേൻ. അപ്പം സ്വയം വീഴാൻ അപ്പോസ്തലനായ പൗലോസിന് താല്പര്യമില്ല.
പലരെയും വീഴിക്കാതെ, പലരെയും വീഴ്ചയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച്, പലരെയും മുന്നോട്ട് കൊണ്ടുവന്ന്, പലരെയും ബലപ്പെടുത്തി. ഹാലേലൂയ, സ്തോത്രം. പല പല വിടുതലുകളെല്ലാം അവരുടെ ജീവിതത്തിൽ നടന്നു. പക്ഷേ നമ്മുടെ അടിസ്ഥാനം സ്ട്രോങ് ആയിരിക്കണം. കാരണം ഇത് നമുക്ക് എല്ലാവർക്കും, ഹാലേലൂയ, സ്തോത്രം, എല്ലാവരുടെയും ജീവിതത്തിനകത്ത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ കർത്താവെ എന്ന് വിളിക്കുന്നു, പല പല കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ നമ്മുടെ അടിസ്ഥാനം സ്ട്രോങ് ആണോ? ഹാലേലൂയ, നമ്മുടെ അടിസ്ഥാനം സ്ട്രോങ് ആയിരിക്കണം. ഹാലേലൂയ. ആ അടിസ്ഥാനം സ്ട്രോങ് അല്ലെങ്കിലത്തെ കുഴപ്പം പൗലോസ് മനസ്സിലാക്കി. അതുകൊണ്ടാണ് പറയുന്നത്, ഹാലേലൂയ, സ്തോത്രം. ഇല്ലില്ല, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ കൊള്ളരുതാത്തവനെ പോകാൻ പാടില്ല. അതുകൊണ്ട് യെസ്, ദിസ് ഈസ് വാട്ട് ഐ വിൽ ഡു. അതിനുള്ള സ്റ്റെപ്പുകൾ എടുത്തുകൊണ്ട്, ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട്, ഹാലേലൂയ, വീഴാൻ അനുവദിക്കാതെ വണ്ണം ക്രിസ്തുവാകുന്ന പാറമേൽ ഉറച്ചു നിന്ന് തന്റെ സ്വന്തം അടിസ്ഥാനം, ഹാലേലൂയ, കർത്താവിൽ തന്നെ ഉറപ്പിച്ചു നിർത്തി. ഹാലേലൂയ, കർത്താവ് ആത്മാവിന്റെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് കർത്താവിനോട് നിന്നപ്പോൾ, ഹാലേലൂയ, ആ വീട് വീഴത്തില്ല. അങ്ങനെ നിൽക്കുന്ന വീട് ഒരു കാരണവശാലും വീഴാൻ പോകുന്നില്ല. ആമേൻ. ആ വീട് സ്ട്രോങ് ആയിരിക്കും. ആ വീടിന് ഒരു കാറ്റിനോ എത്ര വെള്ളം പൊങ്ങിയാലോ, കാരണം ഇതിന്റെ അടിസ്ഥാനം മുഴുവനും പാറപ്പുറത്ത് നിൽക്കുന്ന കാരണം ഇതിനൊന്നിനും വീഴിക്കാൻ പറ്റത്തില്ല. ആമേൻ. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും അവിടെയെല്ലാം നമ്മൾ വീണ്ടും കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുമ്പോൾ കാണാം എന്തെല്ലാം പ്രോബ്ലങ്ങളുടെ ലിസ്റ്റാണ് അപ്പോസ്തലനായ പൗലോസ് ഇറക്കുന്നത്. പക്ഷെ ഇതിലൊന്നിലും ശുശ്രൂഷയ്ക്കൊന്നും ഒരു ആക്ഷേപം വരാതിരിക്കാൻ വൈദാഹം, പട്ടിണി, പിന്നെ ഉറക്കളിപ്പ്, നഗ്നത, വിശപ്പ്, ഈ പറയപ്പെട്ട സകലത്തിൽ കൂടിയും കടന്നുപോയി. കാരണം എന്താ? പൗലോസ് അവിടെ എല്ലാം എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. ഇതെല്ലാം സുവിശേഷത്തിന് വേണ്ടിയിട്ടാ. കർത്താവിന്റെ ആറ്റിറ്റ്യൂഡ്, ഹാലേലൂയ, ശത്രുക്കളെ സ്നേഹിക്കുക, ആമേൻ, ഹാലേലൂയ, കർത്താവിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോവുക. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ മറ്റുള്ളവരോട് ഞാൻ പ്രസംഗിച്ചു, അവർക്ക് വിടുതൽ കൊടുത്തു. ഇനി എനിക്ക് വീഴാൻ ഇതൊന്നും വിഷയമല്ല. അതുകൊണ്ട് യാതൊരു രീതിയിലും ശുശ്രൂഷിക്കുക, ദൈവനാമം ദൂഷിക്കപ്പെടുന്ന രീതിയിൽ ഒരു പ്രവൃത്തി വരുവാൻ അപ്പോസ്തലനായ പൗലോസ് അങ്ങനെ ചെയ്യുവാൻ തീരുമാനിച്ചില്ല. കാരണം അപ്പോസ്തലനായ പൗലോസ് മനസ്സിലായി, ഹാലേലൂയ, ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് ചേരാത്തതും വെച്ചുകൊണ്ട് മിനിസ്ട്രി ചെയ്താൽ ഒരു ദിവസം പടക്കെന്ന് കിടക്കും. ആമേൻ. ഞാൻ ഒരു മെസ്സേജ് എപ്പോഴും കേട്ടിട്ടുള്ള, അഭിഷേകം നമ്മളെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമ്മൾ ഉയർത്തും. പക്ഷെ നമ്മുടെ സ്വഭാവമാണ് ആ സ്ഥലത്ത് നമ്മളെ നിർത്തുന്നത്. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്താൽ ദൈവം നമ്മളെ ഉയർത്തും. പക്ഷേ സ്തോത്രം, നമ്മുടെ സ്വഭാവം ആണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് നിന്ന് പോകണമെങ്കിൽ, ഹല്ലേലൂയ, ഇതില്ലാതെ നമുക്ക് പറ്റത്തില്ല. സ്തോത്രം. ആമേൻ. നമുക്കറിയാം ലൂസിഫറിനെ അവൻ എത്രയോ വലിയ സ്ഥാനമാണ് കൊടുത്ത് അവിടെ നിർത്തിയത്. പക്ഷെ അവന്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ലായിരുന്നത് എന്നാ പറ്റി? കിടക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ കർത്താവിന്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? ഹല്ലേലൂയ. ഈ താണ ഭൂമിയിലേക്ക് കടന്നു വന്ന കർത്താവ്, സ്തോത്രം, തന്നെത്താൻ താഴ്ത്തി നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നപ്പോൾ ദൈവം എന്താ ചെയ്തേ? എല്ലാ നാമത്തിനും മീതെ ഉള്ള നാമമാക്കി, ഹല്ലേലൂയ, കർത്താവിനെ ഉയർത്തി. ആമേൻ. അപ്പം ഈ കർത്താവിന്റെ ആറ്റിറ്റ്യൂഡ് തന്നെ, കർത്താവ് ശുശ്രൂഷകളെല്ലാം ചെയ്തു. പക്ഷെ കർത്താവിന്റെ ആറ്റിറ്റ്യൂഡ് തന്നെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ, ഹല്ലേലൂയ, തന്നെത്താൻ താഴ്ത്തി, ആമേൻ, നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് വന്നു. ഹല്ലേലൂയ, സ്തോത്രം. ക്രൂശിലെ മരണത്തോളം കർത്താവ് അനുസരണമുള്ളവനായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ ഉയർത്തപ്പെടാൻ നമുക്ക് വേണ്ടുന്നത് നമ്മുടെ മിടുക്കും സാമർഥ്യവും ഒന്നുമല്ല. ഹല്ലേലൂയ. ദൈവത്താൽ നമുക്ക് ഉയർത്തപ്പെടണോ? ദൈവത്താൽ നമുക്ക് ഉയർത്തപ്പെടണോ? അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ ആറ്റിറ്റ്യൂഡാണ് അതിന്റെ കീ. ആമേൻ. കർത്താവിന്റെ ആറ്റിറ്റ്യൂഡ് ഇല്ലാതെ നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്താലും കുറച്ച് കഴിയുമ്പം അവിടെയാണ് ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുന്ന പ്രവൃത്തികൾ. നമ്മൾ എത്രയോ പേരെ ഇതിലേക്കൂടെ എല്ലാം കേൾക്കുന്നു, ഓരോരോ വാർത്തകൾ, സ്തോത്രം. പക്ഷെ ഇതൊന്നും നമുക്ക് വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ അടിസ്ഥാനം സ്ട്രോങ് ആയിരിക്കട്ടെ. ഹല്ലേലൂയ. ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മളിൽ അടിസ്ഥാനം ഇട്ടിരിക്കുക, അതിൽ നമുക്ക് ഉറച്ച് നമുക്ക് നിൽക്കാം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന്റെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കട്ടെ നമുക്ക്. ഹല്ലേലൂയ. ആത്മാവിന്റെ ഫലം നമ്മളോട് പുറപ്പെടുവാൻ ഇടയായി തീരട്ടെ. സ്തോത്രം. ഈ വീട് വീഴാതെ, ഹല്ലേലൂയ, ഉറച്ചു നിൽക്കട്ടെ. ഹല്ലേലൂയ. തെസ്സലോനിക്കക്കാർക്ക് അവർക്ക് അത്രയ്ക്കും പ്രശ്നങ്ങൾ വന്നിട്ടും അവർ സന്തോഷത്തോടെ ദൈവത്തിന്റെ വചനം കൈക്കൊണ്ടതുപോലെ, ഹല്ലേലൂയ, ഈ കർത്താവിനെ മുറുകെ പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഹല്ലേലൂയ, സ്തോത്രം. ഇസ്രായേൽ മക്കള് മനോവ്യസനം കൊണ്ടും കഠിനമായ അടിമവേല കൊണ്ടും മോശയുടെ വാക്ക് അവർക്ക് കേൾക്കണ്ടായിരുന്നു. പിന്നെ കാരണം അവർക്ക് കേൾക്കാൻ പറ്റിയില്ല. കാരണം അവരുടെ അടിസ്ഥാനം എങ്ങനെയായിരുന്നു? അവരൊരു വ്യക്തിയിൽ, അല്ലെങ്കിൽ ആ മോശ അങ്ങനെ പറഞ്ഞ, മോശ ഇങ്ങനെ പറഞ്ഞ, അങ്ങനെ ആ മോശയിലായിരുന്നു അവരുടെ അടിസ്ഥാനം. പക്ഷെ നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവിലായിരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് വന്നാലും കർത്താവിനോട് നമുക്ക് ഉറച്ചു നിൽക്കാനും, അത് മാത്രമല്ല കർത്താവിന്റെ ആറ്റിറ്റ്യൂഡോടുകൂടി നമ്മൾ നിന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ജയകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ.
ആമേൻ. അതുകൊണ്ടാണ് കർത്താവ് ഇതെല്ലാം പറഞ്ഞിട്ട് പറയുന്നത്. കാരണം ഇതൊക്കെ മതി എന്നൊരു ആറ്റിറ്റ്യൂഡിലേക്ക് വരുന്ന ഒരവസ്ഥ ഉണ്ടാകാം. കർത്താവേ എന്ന് വിളിക്കുന്നുണ്ട്, പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അധർമ്മം കൂട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് പോയാൽ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ അതുപോലെ ഹീനമായ ഒരു ക്രിസ്തീയ ജീവിതം, അത് രഹസ്യമായിട്ടായിരിക്കാം, നമുക്കത് പലർക്കും അറിഞ്ഞെന്നിരിക്കത്തില്ല. പക്ഷെ അത് ഏതുമാവട്ടെ, നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ അടിസ്ഥാനം, നമ്മുടെ ഓരോരുത്തരുടെ അടിസ്ഥാനം നമ്മൾ ഓരോരുത്തരും പരിശോധിക്കുക. കർത്താവെ, നിന്റെ ആറ്റിറ്റ്യൂഡാണോ എന്നിൽ വാഴുന്നത്? സ്തോത്രം, ഹല്ലേലൂയ. നീ പറഞ്ഞിരിക്കുന്ന പോലെയാണോ ഞാൻ എന്നെയും കൂടി ചേർത്താ കേട്ടോ പറയുന്നത്. നീ പറയുന്ന പോലെയാണോ ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്? നിന്റെ സ്നേഹമാണോ എന്നിൽ കൂടി പുറപ്പെടുന്നത്? കർത്താവെ, എന്നെ അതിനായി സഹായിക്കണമേ. ദൈവത്തിന്റെ ആത്മാവെ നീ കാണിച്ചു തരണമേ എന്ന് നമുക്ക് കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് യേശുപ്പച്ച, ഹല്ലേലൂയ. നമ്മുടെ അടിസ്ഥാനം ബുദ്ധിയുള്ള ബുദ്ധിയുള്ള ഒരു വ്യക്തി പണിയുന്നത് പോലെ കർത്താവിന്റെ വചനത്തിൽ ഉറച്ച്, ഹല്ലേലൂയ, പാറമേൽ ആയിരിക്കണം നമ്മുടെ അടിസ്ഥാനം. അത് പേഴ്സണലായിട്ട് നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവിലായിരിക്കണം. ആമേൻ. ദിസ് ഈസ് പേഴ്സണൽ ബിൽഡിംഗ്, പേഴ്സണൽ ബിൽഡിംഗ്. അതാണ് നമ്മുടെ അടിസ്ഥാനം. മറ്റുള്ളവരോട് പലതും നമ്മൾ പറയുന്നു, പക്ഷെ അപ്പോസ്തലനായ പൗലോസ് ചെയ്തതുപോലെ, സ്തോത്രം, നമുക്കൊരു എക്സസൈസ് ഉണ്ട്. ആമേൻ. അതിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. അവിടെയാണ് നമ്മൾ മുന്നോട്ട് ദൈവത്താൽ ഉയർത്തപ്പെട്ടും മാനിക്കപ്പെട്ടും കർത്താവിന്റെ മഹത്വത്തിനായി ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിലൂടെ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട്, ഹല്ലേലൂയ, ഒന്നിനാലും വീഴാൻ അനുവദിക്കാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മളെ വഴി നടത്തും. പരിശുദ്ധാത്മാവ് നമ്മളെ ഉറപ്പിച്ച് നടത്തും. അപ്പൊ നമ്മൾ ഇപ്പൊ കണ്ടത്, നമ്മൾ പലതും ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ നമ്മുടെ അടിസ്ഥാനം നമ്മൾ വീഴാതെ വണ്ണം സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ ദൈവവചനത്തിൽ മുറുകെ പിടിക്കുക. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മൾ 1 കൊരിന്ത്യൻ അതിന്റെ 3-ാമത്തെ അധ്യായം വായിക്കും. 1 കൊരിന്ത്യൻസ് 3, 1 കൊരിന്ത്യൻസ് 3, 1 കൊരിന്ത്യൻ 3-ാം അധ്യായം. അവിടെ വേറൊരു പണി കാണുന്നുണ്ട്. നമുക്ക് കാണാം. അതിന്റെ 6, 7, 8, 9, 10, 11, 12, 13 ഞാൻ വായിക്കാമേ. ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ, ഓരോരുത്തന് താൻ താന്റെ അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി കിട്ടും. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ നിങ്ങൾ. 15 വരെ. സ്തോത്രം. ഇവിടെ നമുക്ക് കാണാം, അടിസ്ഥാനം ഓൾറെഡി ഇട്ടു, പക്ഷെ അതിന്റെ മീതെയുള്ളൊരു പണി. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം നമ്മൾ കണ്ടു, നമ്മുടെ അടിസ്ഥാനം സ്ട്രോങ് ആയിരിക്കണം. അടുത്തത്, ഹല്ലേലൂയ, നമ്മൾ മറ്റുള്ളവരെ പണിയുമ്പോൾ മറ്റുള്ളവരുടെ ബിൽഡിങ്ങിന് വേണ്ടി നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? സ്തോത്രം. നമ്മുടെ ആത്മീയ ജീവിതം നമ്മൾ ഉറപ്പിച്ച് നിർത്തുന്നതോടൊപ്പം, ഹല്ലേലൂയ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഓരോരുത്തരും എങ്ങനെ പണിയുന്നു എന്നുള്ളത് നമ്മൾ നോക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുക. ആമേൻ. നമ്മൾ പരസ്പരം എങ്ങനെയാ ആത്മീക വർധന വരുത്തുന്നത്? ആമേൻ. ഇത് രക്ഷിക്കപ്പെട്ടവർ തന്നെ അടിസ്ഥാനം ഓൾറെഡി ഇട്ടിരിക്കുകയാണ്. അതിന്റെ മേൽ നടക്കുന്ന ഒരു പണിയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അതിന്റെ മേൽ നടക്കുന്ന പണി. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, ഇവിടെ നമ്മുടെ വീട് പണിയുന്ന പരിപാടിയല്ല, നമ്മുടെ അടിസ്ഥാനത്തിന്റെ വർക്കല്ല. ഇവിടെ മറ്റുള്ളവരുടെ ആ അടിസ്ഥാനത്തിന്റെ മേൽ പണിയുന്ന, അതായത് രക്ഷിക്കപ്പെട്ടവർ തമ്മി എങ്ങനെയാണ് ഉത്സാഹിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും എങ്ങനെയാണ് ഒരുത്തൻ വേറൊരുത്തനെ ബലപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? ആ പണി നമ്മൾ ബുദ്ധിപൂർവ്വമാണോ ചെയ്യുന്നത്? കാരണം അവിടെ ബുദ്ധിപൂർവ്വം നമ്മൾ ചെയ്തില്ലെങ്കിൽ അവിടെ നമ്മുടെ പ്രതിഫലങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. ആമേൻ. അപ്പൊ പണിയുന്ന മെറ്റീരിയല് ബുദ്ധിയുള്ളവർ കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽസേ എടുക്കത്തുള്ളൂ. ആമേൻ. കോസ്റ്റ്ലി മെറ്റീരിയൽസ് ഏതൊക്കെയാ? അവിടെ എഴുതിയിട്ടുണ്ട്. പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്. ആമേൻ. ബുദ്ധിയുള്ള പണിക്കാരെന്ത് ചെയ്യും? വില കൂടിയ വസ്തുവകൾ എടുത്ത് ആ അടിസ്ഥാനത്തിന്റെ മേൽ പണിയും. ആമേൻ. ബുദ്ധിയില്ലാത്തവരെന്ത് ചെയ്യും? അവരതാണ്ട് മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേട്ടു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ആമേൻ. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തി ആര് കാണുന്നു? കർത്താവ് കാണുന്നുണ്ട്. അപ്പൊ നമ്മള്
സ്തോത്രം. മറ്റുള്ളവരെ പണിയുമ്പോൾ, മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരെ ഉത്സാഹിപ്പിക്കുമ്പോൾ, അവരോട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, നമ്മൾ എങ്ങനെയാണ് ഈ ബിൽഡിംഗ് നടത്തുന്നത്, ഈ കൺസ്ട്രക്ഷൻ നമ്മൾ എന്ത് മെറ്റീരിയൽ വെച്ചാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. ഒന്ന് നമ്മൾ കണ്ടു, നമ്മുടെ അടിസ്ഥാനം, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്കൊരു വീഴ്ച വരാൻ പാടില്ല. നമ്മുടെ അടിസ്ഥാനം സ്ട്രോങ് ആയിരിക്കണം. ഇനി അടുത്തത്, മറ്റുള്ളവരെ നമ്മൾ ബലപ്പെടുത്തുമ്പോൾ, മറ്റുള്ളവരുടെ ആത്മീയ ജീവിതത്തിന് വേണ്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അത് നമ്മൾ എങ്ങനെയാ ബുദ്ധിയോടുകൂടിയാണോ ചെയ്യുന്നത്? ആമേൻ. നമ്മൾ ബുദ്ധിയോടുകൂടി ചെയ്യുന്നുവെങ്കിൽ കോസ്റ്റ്ലി മെറ്റീരിയൽസ് ഉപയോഗിക്കുക. എന്തുവാ കോസ്റ്റ്ലി മെറ്റീരിയൽ? ദൈവത്തിന്റെ വചനം തന്നെ. ആമേൻ. ദൈവത്തിന്റെ വചനം തന്നെ. കാരണം അവിടെ പറയുന്നുണ്ട്, ഈ പുല്ല്, മരം, വൈക്കോൽ എന്ന് പറയുന്നത് എന്താ? ദൈവാത്മാവിന്റെ ഹിതകരമല്ലാത്ത രീതിയിൽ ദൈവാത്മാവ് പറയാത്ത കാര്യങ്ങൾ നമ്മുടെ സ്വയത്തിൽ നിന്ന് എടുത്ത് പറയുന്നത്, നമുക്ക് തോന്നുന്നത് പറയുന്നത്, ഇതെല്ലാം വെച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട്. മറ്റുള്ളവരുടെ ആത്മീയ ജീവിതം എങ്ങനെ ബലപ്പെടും? ദൈവവചനം ഇല്ലാതെ നമ്മുടെ ആരുടെയും ജീവിതത്തിനകത്ത് ഒരു കറക്ഷനോ ഒരു പണിയോ നടക്കുകയില്ല. ആമേൻ. അപ്പൊ നമ്മൾ ഏത് ടൂളാണ് നമ്മൾ എടുക്കുന്നതെന്നുള്ളത് നമ്മൾ നോക്കുക. നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 2 തിമോത്തി 4, 2 തിമോത്തി 4ന്റെ 2-3, 2 തിമോത്തി 4:2-3, 2 തിമോത്തി 4. അതിന് മുമ്പ് നമുക്ക് 2 തിമോത്തി 3 വായിക്കാം. 3യുടെ 15, 16, 17 ഞാൻ വായിക്കാം. നീ പഠിച്ചും നിശ്ചയിച്ചും പ്രാപിച്ചും ഇരിക്കുന്ന നിലനിൽക്കുക. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകും. അപ്പൊ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എന്തൊക്കെ ആവശ്യമുണ്ട്? ഉപദേശമുണ്ട്, ശാസനയുണ്ട്, ഗുണീകരണമുണ്ട്, നീതിയിലെ അഭ്യാസമുണ്ട്. ആമേൻ. ഇതെല്ലാം ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ബലപ്പെടുത്തുമ്പോൾ എന്തെല്ലാം ഇതിനകത്ത് കാണും? ഉപദേശം കാണും, ശാസന കാണും, ഗുണീകരണം കാണും, നീതിയിലെ അഭ്യാസമുണ്ട്. ഇതെല്ലാം നടക്കണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിന്റെ വചനം വേണം. അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്. ആമേൻ. അപ്പം ദൈവത്തിന്റെ വചനത്താലാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ഈ പണി നടക്കുന്നത്. ഹല്ലേലൂയ. അതെങ്ങനെയാ? അത് ഉപദേശത്തിലൂടെ വരും, ശാസനയിലൂടെ വരും. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ അവിടെ പറഞ്ഞ ഗുണീകരണം, നീതിയിലെ അഭ്യാസത്തിന്, ഇതിനെല്ലാം വേണ്ടുന്ന നമ്മൾ എടുക്കേണ്ട ടൂള് ദൈവത്തിന്റെ വചനം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത്, ദൈവത്തിന്റെ വചനം എന്ത് പറഞ്ഞിരിക്കുന്നു, എന്താണോ പരിശുദ്ധാത്മാവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, അതേ രീതിയിലെടുത്ത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം, നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഹല്ലേലൂയ. ചില സമയത്ത് വഴക്ക് പറയേണ്ടതായ സാഹചര്യങ്ങൾ വരും. ആ സമയത്ത് നമ്മൾ അത് ചെയ്യുക. അതിനും ഏത് വചനമാണോ, എന്ത് വിഷയത്തിലാണോ, അതിനനുസരിച്ച് നമ്മൾ മനുഷ്യരുടെ മുഖം നോക്കാതെ, ഹല്ലേലൂയ, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരാകാതെ, ഹല്ലേലൂയ, നമുക്ക് ഇഷ്ടമുള്ളവരോട് ഇഷ്ടമുള്ള രീതിയിൽ പറയുന്ന പരിപാടിയല്ല. ആമേൻ. ദൈവത്തിന്റെ വചനം അത് ഏത് വ്യക്തിയാണെങ്കിലും ഒരു ഗുണീകരണം ആവശ്യമാണെങ്കിൽ അതിനനുസരിച്ച് വചനത്തിന്റെ ബേസിസിൽ നിന്നുകൊണ്ട് ഗുണീകരണം കൊടുക്കണം. ഹല്ലേലൂയ. കറക്ഷൻ ആണെങ്കിൽ നമ്മൾ അത് ചെയ്യണം. അതുകൊണ്ടാണ് ഇതെല്ലാം വചന വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് അത് പൊന്നിന് കൊണ്ടുള്ള പണിയാവുന്നത്, അല്ലെങ്കിൽ വിലയേറിയ കല്ലുകൊണ്ടുള്ള പണിയാവുന്നത് എപ്പോഴാണ്? കാരണം ആ വ്യക്തിയുടെ ജീവിതത്തിനകത്ത് നമ്മളൊരു അനുഗ്രഹമായി തീരുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് പറയുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ഹിതപ്രകാരം ദൈവവചന വ്യവസ്ഥയിൽ നിന്ന് നമ്മൾ പറയുമ്പോൾ, ആ പറഞ്ഞു കൊടുക്കുന്നതിനകത്ത് മൂലമുള്ള ആ പണി അത് നിലനിൽക്കുന്ന പണിയായിരിക്കും. അത് ഒരു കാരണവശാലും തീക്കകത്തിൽ പോകുമ്പം ആ പണി പോകത്തില്ല, അത് വെന്തു പോകത്തില്ല, അതവിടെ കാണും. അതിനുള്ള പ്രതിഫലം നമ്മൾ പറയുമ്പം ചിലപ്പം തിരിച്ചു വല്ലവരൊക്കെ വല്ലതും പറഞ്ഞെന്നിരിക്കും. ഓ, നീ പറയുന്നതിനകത്ത് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല, ചിലപ്പോൾ നമ്മളോട് മിണ്ടിയില്ലെന്നിരിക്കും, നമ്മളോട് ചിലപ്പോൾ കുറച്ച് നാൾ അടുത്തൊന്നിരിക്കത്തില്ല, പിന്നെ എങ്ങനെയല്ലേ പിന്നെ എപ്പോഴേലൊക്കെ വന്നതിരിക്കും. പക്ഷെ സാരമില്ല, നമ്മൾ മനുഷ്യരുടെ മുഖം നോക്കിയല്ല നമ്മൾ പണിയേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. ആൾക്കാരുടെ സാഹചര്യങ്ങളും അവരുടെ അവസ്ഥകളും കണ്ടിട്ട് അല്ല. ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു, ഹല്ലേലൂയ, അതേ രീതിയിലായിരിക്കണം നമ്മുടെ ഡീലിങ്സ്. കാരണം നമ്മുടെ എല്ലാ പ്രവൃത്തികളും തീക്കകത്തൂടി ഒരു ദിവസം പോകും. ആമേൻ. അങ്ങനെ പോകുമ്പോൾ ഇപ്പൊ ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ എൻ്റെ മനസ്സിൽ കൂടി പോകുന്ന കാര്യങ്ങൾ എന്താ ഞാൻ ചെയ്യുന്നത്? ഈ ഒരു പ്രവൃത്തി മറ്റുള്ളവരുടെ ആത്മീക വർധനയ്ക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ ഇതിനകത്തുനിന്ന് കൂട്ടിയും കുറച്ചും അല്ലാത്ത രീതിയിൽ ഒന്നും പറയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആമേൻ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരോടും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, നമ്മൾ എങ്ങനെ ഓരോരുത്തരും എങ്ങനെ പണിയുന്നെന്ന് നോക്കിക്കൊള്ളട്ടെ. ആമേൻ.
ദൈവത്തിന്റെ വചനം റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ സ്തോത്രം. കോസ്റ്റ്ലി മെറ്റീരിയൽസ് ഉപയോഗിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഇനി അതല്ലാത്തതിന്റെ ഓപ്പോസിറ്റ് ആണ്. അതിന്റെ 4 നമുക്ക് വായിക്കുമ്പോൾ കാണാം. അതിന്റെ 2 വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയുടെ ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. 3-ാമത്തെ വാക്യം, അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകും. സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുക. അപ്പം സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേശം പറയുന്നവരും ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അതായത് കർണരസം, കേൾക്കാൻ കൊള്ളാവുന്ന മെസ്സേജ്. ഈ മെസ്സേജ് ഒന്നും ഒരു വലിയ രസമില്ല, പുള്ളിക്കാരത്തി വേണമെങ്കിൽ എന്തൊരു വിടുതല. അത് ഇത് വിടുതലില്ലെന്നല്ല, ദൈവം അനുഗ്രഹിക്കാനെന്നല്ല, പക്ഷെ കർണരസമാർ അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം മതി. നിങ്ങൾ ചുമ്മാ പാരമ്പര്യത്തിന്റെ കാര്യങ്ങളൊക്കെ എപ്പം നോക്കിയാലും ഇത് പറയും. നിങ്ങൾ അവരെ കുറ്റം പറയുക, നിങ്ങൾ ഇവരെ കുറ്റം പറയുക. നമ്മൾ കുറ്റം പറയുന്നതല്ല, സത്യം പറയുന്നതാണ്. പക്ഷെ കുറ്റമായിട്ട് തോന്നുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാതിരിക്കാൻ പറ്റുമോ? പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരിക്കും. അപ്പൊ അത് ഇഷ്ടപ്പെടുന്ന വരത്തില്ല. പക്ഷെ അല്ലാത്തവർക്ക്, എനിക്കറിയാവുന്നുണ്ട്, ഒരു പാസ്റ്ററുണ്ട്, അവര് ഇങ്ങനെ മെസ്സേജ് ഒക്കെ പറയുന്ന കൂട്ടത്തിൽ എന്റെ ഫ്രണ്ട് ആ മീറ്റിങ്ങിന് പോയിട്ടുണ്ട്. അന്നേരം പുള്ളിക്കാരത്തി ആ പാസ്റ്റർ സ്നാനത്തെ കുറിച്ചൊന്നും പറയാറേ ഇല്ല. പുള്ളി ഈ ബാക്കി എല്ലാ കാര്യങ്ങളും പുള്ളി പറയും. പക്ഷെ പുള്ളി അങ്ങനെ നിർബന്ധമൊന്നും പറയാറേ ഇല്ല. പുള്ളി സ്നാനത്തെ കുറിച്ചൊന്നും അവിടെ പറയാറേ ഇല്ല. കാരണം അവരുടെ ഗ്രൂപ്പിനകത്ത് എല്ലാരും ഉണ്ട്. പുള്ളി പറയാറേ ഇല്ല. അതിന്റെ റീസൺ എനിക്കറിയത്തില്ല. അപ്പൊ പറഞ്ഞ് അവരവിടെ പോകുന്നതിന്റെയൊക്കെ കാരണം, ഈ പാസ്റ്റർ വന്നാലും എല്ലാവരുടെ കൂടെ ഇരുന്ന് പാട്ട് പാടും, ആരാധിക്കും, പ്രസംഗം ഒക്കെ പറയും, വചനത്തിൽ നിന്ന് പറയും. പക്ഷെ പുള്ളിക്ക് ഇതൊന്നും അത്ര നിർബന്ധമൊന്നുമല്ല. അപ്പൊ അത് കാരണം അവർക്ക് അവിടെ പോകുന്നതിനകത്ത് കുഴപ്പമില്ല. നമ്മളെ വിളിച്ചാൽ നമ്മൾ രക്ഷിക്കപ്പെടുന്ന ആ കാര്യം എല്ലാം പറഞ്ഞാലും ആ പാസ്റ്ററൊക്കെ വരുമ്പോ അവനൊന്നും അങ്ങനെയൊന്നും അവർക്ക് നിർബന്ധമേ ഇല്ല. അങ്ങനെ, സ്തോത്രം. അപ്പൊ അത് കാരണം അവിടെ പോകാനും ഇരിക്കാനും ഒക്കെ താല്പര്യ. കാരണം നിർബന്ധിക്കുന്നില്ലല്ലോ, കേൾക്കാനും കുഴപ്പമില്ല. അപ്പൊ എന്ന് പറയുന്നതല്ല. അപ്പൊ കർണരസമാണ് ഇഷ്ടമുള്ളത്. നിങ്ങൾ അവിടെ പോയാലും കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ എന്താണെങ്കിലും ദൈവത്തെയല്ലേ വിളിക്കുക. നമുക്കറിയാം, നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല അതൊക്കെ ഏതൊക്കെ രീതിയിലാണ്. അപ്പം കർണരസമാണെന്ന് വെച്ചാൽ കേൾക്കാൻ നല്ല രസമുള്ള മെസ്സേജുകൾ. അത് അങ്ങനെ പറയുന്നവരുടെ അടുത്ത് മാത്രമേ ഇരിക്കത്തുള്ളൂ. അങ്ങനെയുള്ള സൂം മീറ്റിങ്ങിലേ കയറത്തുള്ളൂ. അങ്ങനെയുള്ളവരുടെ അടുത്ത് അത്രേ ഉള്ളൂ പ്രാർത്ഥിക്കാൻ. കാരണം അവർക്ക് ഇഷ്ടമുള്ള മാത്രമേ കേൾക്കത്തുള്ളൂ. ആമേൻ. ഇപ്പൊ ദൈവം വേറെ എന്തെങ്കിലും വെളിപ്പെടുത്തി കൊടുത്താൽ രണ്ടാമതൊന്ന് ചിന്തിച്ച് അതിനെ കൂടി ഇച്ചിരി കൂടി ഒന്ന് മാറ്റി ഒക്കെ അവർക്ക് രസമാകുന്ന രീതിയിലൊക്കെ പറയുന്ന പരിപാടി. ഇതൊന്നും ആ പണി നിൽക്കുന്ന പണിയല്ല. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് ഈ പണികളൊന്നും നമുക്ക് വേണ്ട. സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാർ. അങ്ങനെ അപ്പോ അങ്ങനത്തെ ഉപദേഷ്ടാക്കന്മാരും ഉണ്ട്. ആമേൻ. അങ്ങനെയുള്ള ഉപദേശകന്മാരും ഉണ്ടെന്നുള്ളതിന് വചനത്തിനകത്ത് ഇത് നമുക്ക് കാണാം. കണ്ടോ, സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കാൻ തിരിയുകയും ചെയ്യുന്ന കാലം വരും. അപ്പൊ നമ്മൾ നോക്ക്, നമ്മൾ കേൾക്കുന്ന ഓരോ വചനവും നമ്മളെ ഈ ഭൂമിയിലേക്ക് അടുപ്പിക്കുവാണോ, കർത്താവിലേക്ക് അടുപ്പിക്കുവാണോ? നമ്മളെ ലോകത്തിലേക്ക് അടുപ്പിക്കുന്നതാണോ, ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നതാണോ? സ്തോത്രം. നമ്മൾ നോക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഒരു വ്യക്തിയോട് പറഞ്ഞു കൊടുക്കുമ്പോഴും ഒക്കെ അവർക്ക് ആശ്വാസത്തിനും വിടുതലിനും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറയുന്നതോടൊപ്പം തന്നെ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവവചനത്തിനകത്ത് എന്ത് പറഞ്ഞിരിക്കുന്നുവോ ആ കാര്യങ്ങളെല്ലാം ദൈവവചനം പറയുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുത്താൽ, ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് കേൾക്കാൻ രസമുള്ളത് മാത്രം, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം. അപ്പൊ ഇങ്ങനെ കേൾക്കാൻ താല്പര്യമുള്ളവരുണ്ട്. ആമേൻ, സ്തോത്രം. നിങ്ങൾ അങ്ങനെ അങ്ങ് പോയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ വെച്ച് ഇങ്ങനെ മതി. നാട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ആ പള്ളിയിൽ പോയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ചിലരുണ്ട്. ഹാലേലൂയ. ഞാൻ ഒരു ദിവസം ഒരു സിസ്റ്ററോട് മോന്റെ സ്കൂളില് പോയ സമയത്ത് ഞങ്ങൾ അവരുടെ ഒരു സ്പോർട്സ് പ്രോഗ്രാമിന് പോയപ്പം കൊച്ചിന്റെ ഫ്രണ്ടിന്റെ മമ്മി എൻ്റെ അടുത്തിരിപ്പുണ്ട്. അപ്പം നിങ്ങളിങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴത്തേക്കിന് മനസ്സിലായി അവരുടെ കൊച്ചിനെയൊക്കെ ഡ്രോപ്പ് ചെയ്യുന്ന ഫാമിലി ഞങ്ങൾക്കറിയാവുന്നത്. അപ്പൊ എനിക്കും അവരെ പേഴ്സണലായിട്ട് അറിയാവുന്നതാണ്. ഞങ്ങൾ ഒരുമിച്ച് ചർച്ചിൽ ആരാധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അവരെ അറിയാവോ? അറിയാം. അപ്പൊ ഞാൻ ചോദിച്ചു, അവർ ഇന്നയാളാണോ? യെസ് യെസ്, ഇന്നയാളാ. അപ്പൊ എല്ലാം സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തെ, അവര് ഞങ്ങളുടെ ചർച്ചിലാണല്ലോ വരുന്നത്, ഒരു ഓർത്തഡോക്സ് ചർച്ച്, അവര് ഞങ്ങളുടെ ചർച്ചിലാണല്ലോ വരുന്നത്. ഞാൻ പറഞ്ഞു, ആര്? ഇവരാണോ? എന്നിട്ട് ഞാൻ ഓരോന്ന് പറയാതെ, ഇവര് തന്നെയാണോ എന്ന് പറഞ്ഞു. അവര് തന്നെ. ഇല്ല, അവരവിടെ നല്ല ഒന്നാം തരം മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരാ. ഇല്ലെന്നേ, അവിടെ തന്നെ വരുന്നത്. ചോദിച്ചു പിടിച്ചു വന്നപ്പം, അല്ലെന്നേ ആ അമ്മച്ചി അവിടെ വരുന്നുണ്ട്. നമ്മള് പിന്നെ എന്താ പറയാ ബാക്കി? സ്തോത്രം. അമ്മച്ചി അവിടെ വരുന്നുണ്ടല്ലോ. അവര് ക്രിസ്മസിന് അവിടെ വരുന്നുണ്ട്, അവിടെ അന്നേരം വരുന്നുണ്ട്.
അപ്പം നമുക്ക് പിന്നെ അവിടെ പറയാനായിട്ട് വേറെ ഒന്നുമില്ല. സ്തോത്രം. നമ്മൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു. പക്ഷെ ഹല്ലേലൂയ, വിശ്വാസികളാന്ന് അവരവിടെയും പോകുന്നുണ്ടെന്ന് ഇവർക്ക് ഇതും അറിയാം. അവർ ഈ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടായ്മയിൽ പോകുന്നുണ്ടെന്നുള്ളവരും അവർക്കറിയാം. അപ്പുറത്തും വരുന്നുണ്ട്. അപ്പൊ ഇവര് ഈ പുതിയ ആൾ ഏത് വിശ്വസിക്കും? ആമേൻ. ഏത് വിടണം, ഏത് പിടിക്കണം എന്ന് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും? സ്തോത്രം. അപ്പം അതിനനുസരിച്ചുള്ള ആക്ഷൻ എടുക്കാനോ ഒരു ഡിസിപ്ലിനറി മെഷർ എടുക്കാനോ ഒന്നും തുനിയുന്നവരും ഇല്ല. ആമേൻ. കാരണം അത് പ്രോബ്ലമായി തീരും. ഹല്ലേലൂയ. അങ്ങനെ മുഖം നോക്കിയോ അല്ലെങ്കിൽ വ്യക്തിയെ നോക്കിയോ ചർച്ചിൽ ഏറ്റവും കൂടുതൽ ചൈത്ത് തരുന്നവരെ നോക്കിയോ ഒന്നും ആയിരിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമുക്കൊരു പേഴ്സണൽ ബെനിഫിറ്റ് ഒരു വ്യക്തിയിൽ നിന്ന് വരുമെന്ന് നമ്മൾ അറിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെനിക്ക് മുടങ്ങുമോന്ന് ഓർത്തും ആയിരിക്കരുത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മൾ മിനിസ്റ്റർ ചെയ്യുമ്പം അല്ലെ ആ വ്യക്തിയോട് നമ്മളൊരു കാര്യം പറയുമ്പം ഇതൊന്നും പുറകിൽ വെച്ചുകൊണ്ടായിരിക്കരുത് നമ്മൾ ഇടപെടുന്നത്. കാരണം നമ്മുടെ പ്രവൃത്തി എല്ലാം പോകും ആ സ്കാനറിൽ കൂടി. ആമേൻ. ഹല്ലേലൂയ. ആ സ്കാനറിൽ കൂടി പോകുമ്പം നമുക്ക് രക്ഷ നഷ്ടപ്പെടുത്തുന്നില്ല. കാരണം ഇത് ഇട്ട അടിസ്ഥാനത്തിന്റെ മേളിൽ പണിയുന്ന താനോ രക്ഷിക്കപ്പെടും, പക്ഷെ തീയിൽ കൂടി എന്ന പോലെ. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, ഈ പണിയുന്നത് എന്താണെന്ന് സ്തോത്രം നമ്മളൊന്നും മനസ്സിലാക്കുക. അതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം. കർണരസമാകുമാറുള്ള കാര്യങ്ങൾ അല്ല ഫോക്കസ് ചെയ്യേണ്ടത്. സ്തോത്രം. സ്വന്തം മോഹങ്ങൾക്കനുസരിച്ച് അല്ല. അങ്ങനെയുള്ള ഉപദേഷ്ടാക്കന്മാരുടെ പാറ്റേണിലേക്ക് നമ്മൾ പോകാതെ സ്തോത്രം കോസ്റ്റ്ലി മെറ്റീരിയൽ എടുക്കുക. വചനം, സ്വർണം, വെള്ളി, പ്രഷ്യസ് സ്റ്റോൺ, അത് വിലപിടിപ്പുള്ളതാണ്. അതിന് ഇച്ചിരി പണിയുണ്ട്. ഹാലേലൂയ. സ്വർണവും വെള്ളിയും വിലപിടിപ്പുള്ളതൊന്നും ഈസി ആയിട്ട് കിട്ടുന്നല്ല. ബാക്കിയൊക്കെ എവിടുന്ന് വേണമെങ്കിലും കിട്ടും. ഇത് നമ്മൾ ഡിഗ് ചെയ്യണം. ഹാലേലൂയ. ഇത് എടുക്കണം. ഇത് എടുത്തും നമ്മൾ മെനക്കെട്ട് ഇത് നോക്കി പഠിച്ച് പഠിപ്പിക്കണം. ഹാലേലൂയ. അതൊക്കെ ഇച്ചിരി പണിയുള്ള മുടക്കുള്ള പരിപാടിയാ. സ്തോത്രം. ഹാലേലൂയ. അങ്ങനെയാണെങ്കിൽ ആ പ്രവൃത്തി കർത്താവ് അറിയുന്നുണ്ട്. ഹാലേലൂയ. അതിനെല്ലാം പ്രതിഫലം ദൈവം തരും. അതൊരു കാരണവശാലും വെന്തു പോകാത്ത പ്രവൃത്തി. അതുകൊണ്ട് വെന്തു പോകാത്ത പ്രവൃത്തി ഹാലേലൂയ നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടട്ടെ. നമ്മൾ എങ്ങനെ മറ്റുള്ളവരെ പണിയുന്നു. ഹാലേലൂയ. അവരുടെ ആത്മീക വർധനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് റിസോഴ്സാണ് കൊടുക്കുന്നത്, എന്താ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിന്റെ ബേസ് എന്താ? ഹാലേലൂയ. നമ്മുടെ ടൂൾ എന്താ? സ്തോത്രം. അത് ഈ ദിവസങ്ങളിൽ നമുക്കൊന്ന് പരിശോധിക്കാം. കർത്താവെ, മുഖം നോക്കാതെ, വ്യക്തിയെ നോക്കാതെ, സാഹചര്യം നോക്കാതെ, കർത്താവിന്റെ വചനം റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് ഹാലേലൂയ പറയേണ്ട രീതിയിൽ പറഞ്ഞു കൊടുത്ത് മറ്റുള്ളവരെ ബിൽഡ് ചെയ്യുവാൻ ഓരോരുത്തരും എങ്ങനെ പണിയെന്ന് നോക്കട്ടെ. ഐ വാണ്ട് ടു ബി എ വൈസ് ബിൽഡർ. ഹല്ലേലൂയ. വൈസ് ബിൽഡർ. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ജ്ഞാനമുള്ളൊരു ശില്പിയായി. ഹല്ലേലൂയ. ജ്ഞാനമുള്ള ബിൽഡർ ആവാൻ നമ്മളെ ഏവരെയും കർത്താവ് സഹായിക്കട്ടെ. അപ്പം നമ്മളുടെ വീഴ്ച വരാതെ നമ്മുടെ അടിസ്ഥാനം സ്ട്രോങ് ആക്കാൻ നമ്മൾ ആ അടിസ്ഥാനം സ്ട്രോങ് ആയിട്ട് നമ്മളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ആമേൻ, സ്തോത്രം. ഹാലേലൂയ. എനിക്കൊരു വീഴ്ച വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് കാരണം എടുക്കേണ്ടുന്ന സ്റ്റെപ്പുകൾ എടുത്ത് ഉറച്ചു തന്നെ നിൽക്കുക. ഹാലേലൂയ, സ്തോത്രം. ക്രിസ്തുവിന്റെ സ്വഭാവത്തോടെ ക്രിസ്തുവിന്റെ ആറ്റിറ്റ്യൂഡ് കയ്യിൽ പിടിച്ചുകൊണ്ട് ഹാലേലൂയ മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഒരു അധർമ്മം പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാതെ, ഞാൻ അറിയുന്നില്ല എന്ന് പറയുന്നതാണ് ഈ കാറ്റും മഴയും വെള്ളം അടിക്കുമ്പോൾ വരുന്ന വീഴ്ച. ഇതാണ് വീഴ്ച. സ്തോത്രം. വീഴ്ച എന്ന് പറയുന്നത് ഇതാ. ഹാലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ നിലനിൽപ്പിനുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. സ്തോത്രം. ഹാലേലൂയ. തെസ്സലോനിക്കക്കാർ ചെയ്തതുപോലെ എന്തെല്ലാം വന്നാലും കർത്താവിന്റെ വചനം ബഹുസന്തോഷത്തോടെ കൈക്കൊണ്ട് ദൈവകൃപയിൽ നിന്നുകൊണ്ട് ഹാലേലൂയ വീണു പോകാതെ ഉറച്ചു നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളെ കേട്ട് എൻ്റെ അടുക്കൽ വന്ന് ഈ വചനങ്ങളെ കേട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർ അവരാണ് ബുദ്ധിയുള്ളവർ. ആമേൻ. അടിസ്ഥാനം സ്ട്രോങ് ആയിരിക്കുന്നവൻ. മറ്റവരും കേൾക്കുന്നുണ്ട്, പക്ഷെ ചെയ്യുന്നില്ല. ആമേൻ. കേൾക്കുന്നുണ്ട്, ചെയ്യുന്നില്ല. രണ്ടു കൂട്ടരും കേൾക്കുന്നുണ്ട്, പക്ഷെ ഒരു കൂട്ടർ ചെയ്യുന്നില്ല. അതുകൊണ്ട് സ്വന്തം നിലനിൽപ്പിന് സ്വയം പണി സ്ട്രോങ് ആയിരിക്കട്ടെ. വൈസ് ആയിട്ടുള്ള ആൾക്കാർ ഈ വചനത്തിലായിരിക്കും അവരുടെ അടിസ്ഥാനം. മറ്റുള്ളവരെ പണിയുമ്പോൾ ഹാലേലൂയ, സ്തോത്രം. ആമേൻ. അവിടെ നമ്മൾ മെറ്റീരിയൽ ഏതാ യൂസ് ചെയ്യുന്നതെന്ന് നോക്കുക. കോസ്റ്റ്ലി മെറ്റീരിയൽസ് യൂസ് ചെയ്യുവാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ. ഹാലേലൂയ. നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്രതിഫലം പോലും നഷ്ടമാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആമേൻ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു എന്ന് പറയുന്ന കർത്താവ് നമ്മൾ ചെയ്യുന്ന ഓരോന്നും കാണുന്നുണ്ട്. ഒരു ഫോൺ കോൾ ആയിരിക്കട്ടെ, ഒരു വാട്സാപ്പ് മെസ്സേജ് ആയിരിക്കട്ടെ, എന്തും ആയിരിക്കട്ടെ, നമ്മൾ എന്തുവാ ഫോർവേഡ് ചെയ്യുന്നത്, എന്താണ് അതിന്റെ കോണ്ടെക്സ്റ്റ്, അല്ലെങ്കിൽ എന്താണത് ആ വ്യക്തിക്ക് അത് അനുഗ്രഹമായത്, എല്ലാം നമ്മൾ നോക്കി. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. എങ്ങനെ പണിയുന്നെന്ന് നമ്മൾ നോക്കുക. ആമേൻ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ കർത്താവ്
ബുദ്ധിയുള്ള ബിൽഡേഴ്സ് ആയിരിക്കാൻ, വൈസ് ബിൽഡേഴ്സ് ആയിരിക്കുവാൻ. സ്തോത്രം. നമ്മുടെ നിലനിൽപ്പിനും മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഹാലേലൂയ അവരെ നമ്മൾ ആത്മിക വർധന വരുത്തി ബിൽഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ഹാലേലൂയ ഇത് രണ്ടും സ്ട്രോങ് ആയിരിക്കട്ടെ. വൈസ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നത് പോലെ ചെയ്യുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഇതിന്റെ എല്ലാത്തിന്റെയും ടൂള് ദൈവത്തിന്റെ വചനം. ആമേൻ. അതുകൊണ്ട് നമ്മളേവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരും ഈ പറഞ്ഞ ഞാൻ ഉൾപ്പെടെ ഹാലേലൂയ സ്തോത്രം. നമുക്ക് എല്ലാവർക്കും വൈസ് ബിൽഡേഴ്സ് ആവാം. വി ഡോണ്ട് വാണ്ട് ടു ലൂസ് എനിത്തിങ്. ഹാലേലൂയ. കർത്താവിന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഹാലേലൂയ അപ്പച്ച ഞങ്ങളുടെ അടിസ്ഥാനം സ്ട്രോങ് ആയിരിക്കട്ടെ. ഞങ്ങളുടെ പണി നമ്മുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നിന്നുകൊണ്ട് മറ്റുള്ളവരെ പണിയുമ്പോൾ ആ പണിയും നിലനിൽക്കുന്നതായിരിക്കട്ടെ. ഇത് രണ്ടും പോകരുത്. ആമേൻ. നമ്മുടെ വീടും നിൽക്കണം, മറ്റുള്ളവരുടെ വീടും നല്ല ഭംഗിയായിരിക്കണം. സ്തോത്രം. അതുകൊണ്ട് കർത്താവ് നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹാലേലുയ അപ്പച്ച നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന യേശു അപ്പച്ച. ഹാലേലുയ അപ്പച്ച ഞങ്ങൾ കേട്ടതുപോലെ കർത്താവെ ബുദ്ധിയുള്ള അപ്പച്ച സ്തോത്രം അപ്പച്ച പണിക്കാരെ പോലെ ഞങ്ങളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ സ്തോത്രം ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഏതവസ്ഥയാണെങ്കിലും കർത്താവെ സ്തോത്രം ഞങ്ങളുടെ അടിസ്ഥാനം അപ്പച്ച സ്ട്രോങ് ആയിരിക്കാൻ കർത്താവെ ഞങ്ങൾ ഈ കേൾക്കുന്ന വചനങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അപ്പച്ച പ്രാവർത്തികമാക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം പരിശുദ്ധാത്മാവെ. ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ ഹാലേലൂയ അപ്പ നന്ദി കർത്താവെ. അപ്പച്ച സ്തോത്രം മറ്റുള്ളവരുടെ ജീവിതത്തിൽ കർത്താവെ ആ പണി നടത്തുമ്പോൾ കർത്താവെ സ്തോത്രം അപ്പച്ച കോസ്റ്റ്ലി മെറ്റീരിയൽസ് എടുക്കുവാൻ ഞങ്ങളെ സഹായിച്ച അവിടെ ഞങ്ങൾ വൈസ് ബിൽഡേഴ്സ് ആയിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹാലേലൂയ അപ്പച്ച സ്തോത്രം അപ്പ നന്ദി കർത്താവെ. താങ്ക് യു അപ്പച്ച. വീഴാതെ വണ്ണം കർത്താവെ സ്തോത്രം ഞങ്ങളെ നിർത്തുന്നത് ഞങ്ങളുടെ കർത്താവാകയാൽ ആ അപ്പച്ചന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്ന പിതാവേ. അപ്പച്ച സ്തോത്രം ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി നന്ദി. ദൈവകൃപയ്ക്കായി നന്ദി. ഞങ്ങൾക്കായിട്ടൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെയുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഹാലേലൂയ അപ്പച്ച സ്തോത്രം അപ്പ. ദൈവത്തിന്റെ പദ്ധതികൾ ദൈവത്തിന്റെ പ്ലാനുകൾ ഞങ്ങളുടെ നടക്കുവാൻ തക്കവണ്ണം വേണ്ടുന്ന കൃപയും അപ്പച്ച സ്തോത്രം അപ്പച്ച നന്ദി കർത്താവെ. ആത്മശക്തി നൽകി നടത്തുന്നതോടൊപ്പം let the spirit of wisdom reign upon our life. അപ്പച്ച സ്തോത്രം ജ്ഞാനത്തിന്റെ ആത്മാവ് ഞങ്ങളിൽ വാഴട്ടെ കർത്താവെ. അപ്പച്ചൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. താഴ്ത്തി ഏൽപ്പിക്കുന്ന സകല മഹത്വം അപ്പച്ചന സ്തോത്രം അപ്പ യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ സ്തോത്രം.